നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ്. എല്ലോട് കൂടിയ ചിക്കനാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, നോർമൽ മുളക് പൊടിയാണെങ്കിൽ അത്രയും ചേർക്കരുത്. പിന്നെ ഉപ്പ്, മഞ്ഞൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നീട് ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയായതിനു ശേഷം നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതങ്ങനെ റെസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്ത ഒരു വലിയ സവോള ചേർത്ത് കൊടുക്കുക. അതൊന്ന് കളറ് മാറി നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ ഒന്ന് കളറായി വന്നതിന് ശേഷം നമുക്കൊരു 10-15 കാഷ്യൂ നട്ട് അതിലേക്ക് ചേർത്ത് അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് അല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അതേ പാനിൽ തന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ചൂടാക്കി ആ ചിക്കൻ ചേർത്ത് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അത്യാവശ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മൊരിച്ചെടുത്താൽ മതി, ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നീട് മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് ഇതേ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു 2 തക്കാളി എടുത്ത് നന്നായിട്ടങ്ങ് അരച്ച് ആ പ്യൂരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിനെയും പച്ചമണമൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആ കാഷ്യൂ ഒനിയൻ പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് അതും ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്ന പോലെ ആവണം. അത്രയും സമയം നമുക്കത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം തീയിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി അത്രയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് വീണ്ടും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. ഗരം മസാലയും കൂടെ ചേർത്ത്, അപ്പോൾ നിങ്ങൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്പം ഒന്ന് വ്യത്യാസപ്പെടുത്തി എടുക്കുക. ഇത് നോർമൽ മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് താല്പര്യമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോർമൽ പശുവും പാലിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ പാലുമായിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് യോജിക്കണം. ചെറിയ കട്ട പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഉടച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ടൊക്കെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് അതോട് ഒഴിച്ചു കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ അങ്ങനെ വെന്ത് വരട്ടെ. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടി ചിക്കനാണ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ ഒരു ചീനിച്ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിലിട്ട് കസൂരി മേത്തിയാണ് ഞാൻ ലാസ്റ്റ് അതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ നാൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇനി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടോ, എത്ര നല്ല ലുക്കാണ് നമ്മുടെ ചിക്കൻ കറിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിഡ് റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.